കേരള വിസ നോക്കുന്ന സ്റ്റുഡൻറ്റ് വിസയിലുള്ളവർക്കും അതേപോലെ ഗ്രാജുവേറ്റ് വിസയിലുള്ള ആളുകൾക്കുള്ള 1-2 അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ. കഴിഞ്ഞ ആഴ്ച UK ഗവൺമെൻറ് ഇമിഗ്രേഷൻ റൂളുകളിൽ കുറച്ച് ചേഞ്ചുകൾ കൊണ്ടുവന്നിരുന്നു. ആ ചേഞ്ചുകൾ ഈ മാസം 22 ജൂലൈ തൊട്ട് പ്രാബല്യത്തിൽ വരുമെന്നും അറിയിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിനുശേഷം ഒത്തിരിയധികം ആളുകളാണ് കേരള വിസ ഉണ്ടോ അല്ലെങ്കിൽ 22 ജൂലൈ കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നൊക്കെ ചോദിച്ച് വിളിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഗ്രാജുവേറ്റ് വിസയിലോ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയിലോ ആണെങ്കിൽ നിങ്ങളെ പ്രത്യേകിച്ച് ബാധിക്കുന്ന ഒരു കാര്യങ്ങളും തന്നെ ഇല്ല. അതുകൊണ്ട് 22 ജൂലൈക്ക് മുമ്പ് നിങ്ങളൊരു വിസ എടുത്തില്ല എങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വർക്ക് പെർമിറ്റിലേക്ക് നിങ്ങൾ മാറിയില്ല എങ്കിലും പ്രത്യേകിച്ച് ഒന്നും തന്നെ നിങ്ങൾക്ക് സംഭവിക്കുന്നില്ല. ആകപ്പാടെ 2 പ്രധാനപ്പെട്ട റൂളുകളാണ് 22 ജൂലൈക്ക് ശേഷം വരുന്നത്. ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് വിദേശത്ത് നിന്നുള്ള റിക്രൂട്ട്മെൻറ്റ് നിർത്തലാക്കുന്നു. അതുകൊണ്ട് തന്നെ UK-യിലുള്ളവർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റികൾ കിട്ടാനുള്ള ചാൻസുകൾ കൂടുതലാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇനി തൊട്ട് ഒരു എംപ്ലോയർക്ക് ഒരാളെയും ഡയറക്റ്റായിട്ട് ഒരു കെയർ വർക്കർ വിസയിലേക്കോ അല്ലെങ്കിൽ സീനിയർ കെയർ വർക്കർ വിസയിലേക്കോ ഡയറക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം ആ ഒരു എംപ്ലോയർ എടുത്ത് 3 മാസമെങ്കിലും ഒരാൾ വർക്ക് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ സ്റ്റുഡൻറ്റ് വിസയിലുള്ളവർക്കോ അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് വിസയിലുള്ളവർക്കോ മാത്രമാണ് ഈ ഒരു 3 മാസത്തെ കാലയളവിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഉള്ളത് ഡിപ്പെൻഡൻ്റ് വിസയിലുള്ളവർക്കാണ്. അപ്പോൾ ഈ ഒരു റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്താൽ മാത്രമേ എംപ്ലോയർക്ക് നിങ്ങളെ സ്പോൺസർ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇതാണ് 2 പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. പിന്നെയുള്ള ഒരേ ഒരു ചെറിയൊരു കൺസേൺ എന്ന് പറയുന്നത് നിലവിലെ ഗവൺമെൻറ് അറിയിപ്പ് പ്രകാരം 2028 ജൂലൈ 22-ാം തീയതി കെയർ വർക്കേഴ്സിനെയും സീനിയർ കെയർ വർക്കേഴ്സിനെയും വിസകൾ സ്റ്റോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. എന്നാൽ 22 ജൂലൈ 25-ന് ശേഷമാണ് നിങ്ങൾ ഈ ഒരു വിസ എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ 3 വർഷത്തെ വിസയാണെങ്കിൽ ആ വിസ 2028 ജൂലൈ 22-ന് മുമ്പ് നിങ്ങൾ റിന്യൂ ചെയ്യണം. അതല്ല എങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ വിസ എടുക്കുമ്പോൾ 5 വർഷത്തെ വിസ എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അതൊന്നുമല്ല, നിങ്ങൾ ഇപ്പം ഒരു 3 വർഷത്തെ വിസ എടുത്തു, 1 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ജോബിന് പ്രൊമോഷൻ കിട്ടുകയാണ് എങ്കിൽ സീനിയർ കെയർ ആയിട്ട് മാറുകയാണ്, അതല്ലെങ്കിൽ വേറൊരു പൊസിഷനിലേക്ക് മാറുകയാണെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇനി അതല്ല, നിങ്ങൾ 1 വർഷം കഴിയുമ്പോൾ നേഴ്സ് ആകുകയാണെങ്കിൽ കുഴപ്പമില്ല. അതല്ല എങ്കിൽ 2028 ജൂലൈ 22-ന് മുമ്പ് നിങ്ങൾ വിസ പുതുക്കുന്ന രീതിയിലാണ്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ ഈ ഒരു 22 മുമ്പ് വിസ എടുക്കാൻ വേണ്ടി നിങ്ങൾ തിരക്കൂട്ടേണ്ട ആവശ്യകതയില്ല. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രാജുവേറ്റ് വിസ തീരുന്ന സമയത്ത് അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസ തീരുന്ന പീരീഡിൽ നിങ്ങൾ വിസ എടുത്താൽ മതി. ആ ഒരു വിസ എടുക്കുമ്പോൾ ഒരു 5 വർഷത്തെ COS എംപ്ലോയർ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. സാലറി ഇപ്പോഴും സെയിമാണ്, അതേപോലെ മറ്റ് റൂൾസുകളെല്ലാം തന്നെ സെയിമാണ്. അതല്ലാതെ ഇതിനകത്ത് ഒരു പുതിയ നിയമങ്ങൾ ഉടനെ ഉണ്ടാകുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. താങ്ക് യു സോ മച്ച്.